ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഇലക്ഷൻ്റെ തലേ ദിവസമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഷാനാനെ വേഗം മദ്രസയ്ക്കൊക്കെ വിളിച്ചെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ മദ്രസും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഷാനാക്ക് സൺഡേ ഉള്ളൂ. ശനിയാഴ്ച അവർക്ക് റേഞ്ചാണ്. ബാക്കിയൊക്കെ ഓൾറെഡി നമ്മുടെ സംസ്ഥയുടെ ലീവ് തന്നെയാണ് കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞ് മുറ്റത്തോട്ട് വന്നപ്പോഴാ തലേ ദിവസം അടിച്ചു വാരിയിട്ടുള്ള മുറ്റാന്ന് കണ്ടാൽ പറയില്ല കേട്ടോ. നല്ല ഇലയും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. അപ്പം അതൊക്കെ നോക്കിയിട്ട് അപ്പോൾ തന്നെ അകത്ത് കയറി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് അടിച്ചു വാരാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ വന്നപ്പോഴേക്കും ഇതാ ഷാന നിസ്കരിക്കാനായിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പം പിന്നെ അവളത് കഴിയുമ്പോഴേക്കും ഞാനും അങ്ങനെ നിസ്കരിച്ചു കേട്ടോ. പിന്നെ മടി കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സുബഹിക്ക് അത് പോയി കിട്ടും. അതുകൊണ്ട് അപ്പം തന്നെ വേഗം നിസ്കാരം കാര്യങ്ങളൊക്കെ തീർത്തു. അത് കഴിഞ്ഞപ്പോഴേക്കും ഇതാ മിന്നൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ എഴുന്നേറ്റ് വന്ന പാടെ തന്നെ ഞാൻ ആദ്യം ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കും. കാരണം എനിക്ക് ആ ഒരു ശീലമില്ലാത്തതുകൊണ്ട് ഈ വെള്ളം കൂടി ഭയങ്കരമായിട്ടുള്ളൊരു മടിയുള്ള കാര്യമാണ് കേട്ടോ. അപ്പം മിന്നൂസിന് ഞാൻ ഫസ്റ്റ് എഴുന്നേറ്റ് വന്നാൽ തന്നെ ആദ്യം വെള്ളമാണ് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റം അടിച്ചു വാരാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ ഈ മെറ്റലിൽ നിന്നൊക്കെ നമ്മൾ അടിച്ചു വാരി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. കാരണം സിമ്പിളായിട്ടുള്ള ഒരു മുറ്റമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ഇത് അടിച്ചു വാരി കിട്ടും. മറ്റേത് ഇല ഇങ്ങനെ മെറ്റലിൻ്റെ ഇടയിലൊക്കെ കുടുങ്ങിയിട്ട് എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. എന്നാലാണെങ്കിലും നിറയെ ഇല വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതൊക്കെ വേഗം അടിച്ചു വാരി സമയത്ത് മിന്നൂസ് എൻ്റെ കൂടെ തന്നെ സിറ്റ് ഔട്ടിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഷാന മദ്രസയിലോട്ട് പോകാനായിട്ട് റെഡി ആവുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രാവിലെ 2 ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ചായയൊക്കെ വീണ്ടും ഉണ്ടാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഈ സമയം നമ്മുടെ ഷാന മദ്രസയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ കിച്ചണിലോട്ട് കയറിയിട്ട് പിന്നെ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരുങ്ങണതിന് മുന്നേ തന്നെ ഞാൻ വേഗം തുണികളൊക്കെ മെഷീനിൽ ഇട്ടു കേട്ടോ. ഇപ്പം എന്തോ അൽഹംദുലില്ലാ തുണികളൊന്നും പെൻഡിങ് ഇല്ല കേട്ടോ. എല്ലാം അപ്പോൾ 2 ദിവസം കൂടുമ്പോൾ മെഷീനിലിട്ടിട്ട് അങ്ങനെ ക്ലിയർ ചെയ്ത് പോകേണ്ട സമയം. ഇനി ഇടയ്ക്കൊരു ഡിലേ വരും. നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ എവിടേക്കെങ്കിലും പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു അലക്കണ ജോലി കുറച്ച് കൂടിക്കൊണ്ട് വരും കേട്ടോ. ഇപ്പോൾ അന്നാളുള്ളത് അപ്പം തന്നെ ക്ലിയർ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് വലിയ സീനില്ല. ഇന്നാണെങ്കിൽ നല്ല വെയിലും കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ശേഷമാണ് ഞാൻ വീട്ടിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. കാരണം ഇപ്രാവശ്യം നമുക്ക് അവിടെ വോട്ടില്ല കേട്ടോ. എൻ്റെ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ അഡ്രസ്സ് മാറ്റാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആധാറിൽ ഇനീഷ്യലുണ്ട്, നമ്മുടെ വോട്ടർ ഐ ഡിയിൽ ഇനീഷ്യലില്ലാത്ത കാരണം തന്നെ നമുക്ക് നല്ലൊരു പണി കിട്ടി. അപ്പോൾ അതിന് ഇനീഷ്യലൊക്കെ ചേർത്ത് വന്നത് ഈ ഇലക്ഷൻ്റെ ഒക്കെ തൊട്ട് മുന്നേ ആയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് അഡ്രസ്സ് ചേഞ്ചിന് കൊടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ ഒരു വോട്ട് നമ്മുടെ എൻ്റെ നാട്ടിലെ ലാസ്റ്റത്തെ വോട്ടായിരിക്കും കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ വീട് വെച്ചിരിക്കുന്ന ഇവിടെ ആയിരിക്കും വോട്ട് ചെയ്യാനൊക്കെ ഉള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് വൈകുന്നേരം പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം രാവിലെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വേഗത നമ്മുടെ സാധാരണ ഉണ്ടാവുന്ന പോലെ തന്നെ കൗണ്ടർ ടോപ്പിലൊക്കെ കഴുകി വെച്ച പാത്രങ്ങളും ഒക്കെ തലേ ദിവസത്തെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തു. ആദ്യമൊക്കെ ഞാനിതുപോലെ പുറത്ത് പോകുമ്പോൾ വലുതായിട്ട് ഇങ്ങനെ വീട് സെറ്റാക്കി എടുക്കാറൊന്നുമില്ല കേട്ടോ. കാരണം ചെറിയൊരു മടിയും കാര്യങ്ങളാണ്. പോകുന്ന ഉത്സാഹത്തിന് വേഗം ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ഓടുക എന്നല്ലാതെ വീടൊന്നും സെറ്റാക്കി വെക്കാറില്ല കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ട് എനിക്ക് അങ്ങനെ ചെയ്തിട്ട് അങ്ങോട്ട് പോവാൻ തോന്നൂല കേട്ടോ. ഉമ്മാൻ്റെ കുടിയേക്ക് എവിടെ പോണ്? ഉമ്മാൻ്റെ കുടി. നിങ്ങളെ ഭാഷയിൽ മദ്രസത്തെ കുട്ടികളെങ്ങനെ പറയാ? ഉമ്മാൻ്റെ കുടിയേക്ക് അല്ലേ. അപ്പം ഇന്ന് ഉമ്മാൻ്റെ കുടിയേക്ക് എന്തിനാണ് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ? വോട്ട് വോട്ട് നിനക്ക് വോട്ടുണ്ടോ? 18 വയസ്സാവണോ? ഹലോ നിനക്ക് വോട്ടുണ്ടോ? മിന്നൂസിന് വോട്ടുണ്ടോ? ഇന്നല്ല നാളെ ഉണ്ടോ? എന്തൊരു സ്നേഹം സിസ്റ്റേഴ്സ് ലവ്. കുറച്ച് കഴിഞ്ഞാൽ ടോമാഞ്ചറി പോലെ അടിച്ചു പിരിയും അല്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ടോമാഞ്ചറിയാണ്, അടിച്ചു പിരിയലാണ്. ഇതാണ് നൈസായിട്ട് ഒഴിഞ്ഞു മാറുക അല്ലേ. അപ്പോൾ അതാ പോകുന്നതിൻ്റെ ഒരുക്കങ്ങളായിട്ട് വേഗം തന്നെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ആദ്യം അടിച്ചു വാരിയിട്ട് ഞാൻ അവിടെ മാത്രം വേഗം അങ്ങോട്ട് തുടച്ചെടുക്കും കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് അകത്ത് മിന്നൊക്കെ ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് വേഗം ഹാളും കാര്യങ്ങളും അതേപോലെ
എല്ലാ ഭാഗവും തുടക്കുക ചെയ്യുന്നത് കേട്ടോ. അപ്പം എൻ്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ വേഗം മുറ്റത്തോട്ട് കൊണ്ടുവന്നിടുന്ന പരിപാടിയാണ് ഇപ്പം മീനുവിൻ്റെ കേട്ടോ. അപ്പം ഞാൻ വേഗം സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ അടിച്ചു വാരി തുടക്കാനായിട്ട് നിന്നേക്കാണ് കേട്ടോ. കണ്ടോ, നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ പുറത്തത്തെ ഇത് സൈഡിലുണ്ടായിരുന്ന ബോൾ ബാക്കിലൂടെ എടുത്ത് വന്നിട്ട് പിന്നെ ഫ്രണ്ടിലോട് കൊടുത്തിട്ടേക്കാണ് കേട്ടോ കിടക്കുന്നത്. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ വേഗം ഒതുക്കി വെക്കും. മിന്നൂസ് വീട്ടും അതേപടി എടുക്കും. കാണാതെ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. അവളുടെ കൺമുന്നിൽ ഇതുപോലെയൊക്കെ കൊണ്ടുപോയി വെക്കുമ്പോൾ അവൾ അതേപടി എടുത്ത് കൊടുത്തിട്ട് ആ സ്ഥലത്ത് തന്നെ കൊടുന്നിടും കേട്ടോ. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കുസൃതികളൊക്കെ മിന്നുവിൻ്റെ പക്കലുണ്ട്. ഇപ്രാവശ്യം ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ മദ്രസക്ക് കാര്യങ്ങൾക്കൊക്കെ ഇത്രയധികം ലീവ്, വേനലവധി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ലീവ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ഷാനാൻ്റെ 5th സ്റ്റാൻഡേർഡിൽ ബുക്ക് കാര്യങ്ങളൊക്കെ മാറിയതുകൊണ്ട് തന്നെ അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളായിട്ട് ഉസ്താദുമാരും ബിസി ആയിരിക്കും കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ലീവാണെന്നുണ്ടെങ്കിലും അവർ ഓൾറെഡി വർക്കിലായിരിക്കും. അപ്പോൾ വീട്ടിലൊക്കെ പോയി നിൽക്കാനാണെങ്കിൽ ഈ ഒരു അവസരത്തിൽ നമുക്ക് പറ്റുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറ്റില്ല. കാരണം സ്കൂൾ അവധിയാണ് പറഞ്ഞിട്ട് കാര്യമില്ല. മദ്രസ ഉണ്ട്, ഒരു വെള്ളിയാഴ്ച മാത്രമേ അവധി ഉണ്ടാവുള്ളൂ. ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്തായാലും പോയി നിൽക്കാൻ പറ്റില്ല. ഇക്കാൻ്റെ വീടായാലും എൻ്റെ വീടായാലും സെയിം ലോങ് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് ആ ഒരു പരിപാടിയൊന്നും നടക്കില്ല. അപ്പോൾ ഇതാ മിന്നു ഉറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ വേഗം തന്നെ ഈ റൂമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ മിന്നു ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ തുടക്കുമ്പോഴായാലും അടിക്കുമ്പോഴായാലും അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. എനിക്ക് എഴുന്നേക്കൊന്നുമില്ല, എന്നാലും ഞാൻ അവൾ ഉറങ്ങണതിന് മുന്നേ തന്നെ അവിടെ തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതാ തലേ ദിവസം ചിക്കന് കുറച്ച് ഞാനിതുപോലെ മസാലയൊക്കെ തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ ഫ്രീസറിലായിരുന്നു, രാവിലെ തന്നെ പുറത്തെടുത്ത് വെച്ചു. അപ്പോൾ നന്നായിട്ട് അതിൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇതാ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാധാ ചിക്കൻ്റെ കറി ഉണ്ടായിരുന്നു. തലേ ദിവസം ചിക്കൻ കറിയും ഫ്രൈ തന്നെ ആയിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസത്തെ ചിക്കൻ കറീൻ്റെ കൂടെ നമ്മുടെ ചിക്കൻ ഫ്രൈയും കൂടി ആക്കിയതിന് ശേഷം ഉച്ചക്കത്തുള്ള ലഞ്ച് വേഗം തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. പോകുന്നതല്ലേന്ന് വെച്ചിട്ട് തിരികെ പരിപാടികളൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോഴും മിന്നൂസ് എൻ്റെ കൂടെ ഉണ്ട്, ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. പിന്നെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് മിന്നു ഉറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു ആശ്വാസമാണ്, നമുക്കും ആ ഒരു സമയത്ത് കുറച്ചൊന്നിങ്ങനെ ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റും കേട്ടോ. അപ്പം എൻ്റെ ബാഗൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആദ്യത്തെ ബാഗ് ആകെ നാശമായിരിക്കണം കേട്ടോ. ഞാൻ കുറേ അധികം ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനത്തെ ഒരു ബാഗിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു 3-4 കവറൊക്കെ എടുക്കണതിലും നല്ലത് ഈ ഒറ്റ ബാഗ് മതി കേട്ടോ. കാരണം അത്യാവശ്യം സാധനങ്ങൾ നമുക്കിതിൽ അടുക്കി വെക്കാം കേട്ടോ. ഞാനും എൻ്റെ ഡ്രസ്സും അതേപോലെ ഷാനാൻ്റെയും മിന്നുവിൻ്റെയും ഞങ്ങളെക്കാട്ടുപരി മിന്നുവിൻ്റെ ഉണ്ടാവും. കാരണം പാമ്പേഴ്സ്, ചെറിയ ചെറിയ കുഞ്ഞു ഐറ്റംസുകൾ, പിന്നെ മെഡിസിന്, അങ്ങനെ ഒരുപാട്. അപ്പോൾ ഇതിന് സൈഡിലും 2 സൈഡിലും ഫ്രണ്ടിലും ഇതുപോലെയൊക്കെ സെപ്പറേറ്റ് അറകളുള്ള കാരണം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തരം തിരിച്ചൊക്കെ വെക്കാൻ പറ്റും കേട്ടോ. അതന്നെ ഒരു വലിയ കാര്യമാണല്ലോ, നമ്മളെല്ലാം കൂടെ ഒന്നിൽ കുത്തി നിറച്ച് പോകുന്നതിൽ അപേക്ഷിച്ചിട്ട്. അപ്പോൾ എൻ്റെ മുന്നത്തെ ബാഗിനെ അപേക്ഷിച്ചിട്ട് അതിൻ്റെ ഇരട്ടി ഉണ്ടെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഈ പാമ്പേഴ്സൊക്കെ നിങ്ങൾ വെക്കുന്നത് കണ്ടിട്ട് വിചാരിക്കുന്നുണ്ടാകും ഫുൾ ടൈം അവൾക്ക് പാമ്പേഴ്സ് ആണെന്ന്. ഇതൊക്കെ ഒന്ന് അഡ്വാൻസ് ആയിട്ട് വെക്കുന്നതാണ് കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും വല്ല എമർജൻസി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ഞാൻ ഓഫറിൽ അങ്ങനെ ബൾക്കായിട്ട് വാങ്ങുന്നത് കാരണം തന്നെ നമുക്ക് പിന്നീട് ഷോപ്പിൽ നിന്ന് പോയി വാങ്ങാനോ ഒക്കെ നിൽക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെ കയ്യിലുള്ള ഐറ്റംസ് തന്നെയാണല്ലോ. അപ്പോൾ അത് ഒരിക്കലും എടുക്കാൻ മറക്കില്ല കേട്ടോ. അതാണ് ആദ്യം റെഡിയാക്കി വെക്കുക. പിന്നെ അതാ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒതുങ്ങിയിരിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ റോൾ ചെയ്തിട്ട് വെക്കുന്നുണ്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുപാട് ഐറ്റംസുകളൊക്കെ നമ്മുടെ ബാഗിലായാലും കവറിലായാലും ഷെൽഫിലായാലും ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ അടുത്ത കാലത്താണ് ഞാൻ ഇതുപോലെയൊക്കെ മടക്കിയൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ബസ്സിലൊന്നുമല്ല, നമ്മൾ 2 വീട്ടിലേക്കായാലും ഓട്ടോയിലാണ് പോകുന്നത്. അപ്പോൾ ഒരു ബാഗ് അങ്ങനെ നേരെ എടുത്ത് വെച്ചാൽ നമ്മുടെ പരിപാടി കഴിയും. പിന്നെ നമുക്ക് പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ വേറെ തന്നെ വെച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ പിന്നെ പോയിട്ട് ഉപയോഗിക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ വെക്കുന്നത് കേട്ടോ. പിന്നെ മിന്നുവിൻ്റെ, എൻ്റെയും ഷാനാൻ്റെ ഇതുപോലത്തെ ഹെയർ ആക്സസറീസ്, അവളെ ക്രീം പൗഡറൊക്കെ അവളൊരു ചെറിയൊരു കുഞ്ഞു ബാഗിലെടുക്കും. ഇതിൽ എൻ്റെയും മിന്നുവിൻ്റെയും സാധനങ്ങളൊക്കെ, പിന്നെ ഷാനാൻ്റെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഇതിൽ തന്നെയാണ് കേട്ടോ. ബാക്കി ചെറിയ ചെറിയ ഫാൻസി ഐറ്റംസും ഒക്കെ ഞാൻ ഈ ഒരു ബാഗിലാണ് വെക്കുക. പിന്നെ എന്താ പറയുക, ഇതിൽ പിന്നെ ഇതിൻ്റെ കൂടെ ഒരു
ഈ ഒരു സൈഡിലിരിക്കുന്ന ഞാനിപ്പോൾ തുറക്കുന്ന അങ്ങനത്തെ ഒരു ബാഗും കൂടെ വെക്കും കേട്ടോ. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് പുറത്ത് പോകാനോ കാര്യങ്ങൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് അത്യാവശ്യം യൂസ് ആക്കാനുള്ള ഹെയർ ആക്സസറീസും കൂടെ വെക്കും കേട്ടോ. അത് മസ്റ്റാണ്, ഞാൻ ബാഗിൽ എപ്പോഴും കൊണ്ടുനടക്കുന്നതാണ്. പിന്നെ നമ്മുടെ പ്രധാന ഐറ്റം നമ്മുടെ ബാഗ്, എന്താ പറയുക, ഹാൻഡ് ബാഗ്, അതിലുള്ള പ്രൂഫുകളും കാര്യങ്ങളും ഒക്കെ വെക്കുന്നത്. പിന്നെ എൻ്റെ വീഡിയോസിനായിട്ട് എടുക്കുന്ന കുറച്ച് ഐറ്റംസുകൾ, ട്രൈപോഡ്, മൈക്ക്, അങ്ങനെയൊക്കെ വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ബൈ.